സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായ ഭിന്നതകളൊന്നും കണക്കിലെടുക്കാതെ കുമ്മനം രാജശേഖരനെ തന്നെ ബിജെപി സംസ്ഥാന പ്രസിഡന്റാക്കാൻ അമിത്ഷാ തീരുമാനിച്ചു. ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ഉണ്ടാവും. കുമ്മനം രാജശേഖരന് തന്നെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ദേശീയ നേതൃത്വം പ്രഥമ പരിഗണന നൽകിയിരുന്നതെങ്കിലും ആർ ബാലശങ്കറിനെ അധ്യക്ഷനാക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടതാണ് നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കിയത്. കോർ കമ്മിറ്റി യോഗം ആരംഭിക്കുന്നതിന് മുൻപ് സമവായം തേടി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി രാംലാലിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ദേശീയ ഇന്റലക്ച്വൽ സെൽ കൺവീനർ ആർ ബാലശങ്കറിനെ പരിഗണിക്കണമെന്ന ആവശ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ, കേരള ഓർഗനൈസിംഗ് സെക്രട്ടറി ഉമാകാന്തൻ തുടങ്ങിയവർ ശക്തമായി എതിർത്തു. അഭിപ്രായ ഐക്യമില്ലാതെ അധ്യക്ഷനാകാൻ ഇല്ലെന്ന് ബാലശങ്കറും കുമ്മനവും നിലപാടെടുത്തു. തുടർന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കുമ്മനം രാജശേഖരനെ അധ്യക്ഷനാക്കാമെന്ന ധാരണ രൂപപ്പെടുകയായിരുന്നു. കുമ്മനത്തെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായും സംസ്ഥാന അധ്യക്ഷൻ ആരെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും യോഗത്തിന് ശേഷം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എച്ച് രാജ, വി മുരളീധരൻ എന്നിവർ അറിയിച്ചു. All India leaders are there, party president is there, organizing general secretary is there, they would decide. അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞത് കേട്ടല്ലോ, പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അതൊക്കെ തീരുമാനിക്കും. SNDPയെ BJPയിലേക്ക് അടുപ്പിച്ചതുപോലെ NSS ഉൾപ്പെടെയുള്ള മറ്റ് സാമുദായിക സംഘടനകളെ കൂടി സഹകരിപ്പിക്കുക എന്നതായിരിക്കും കുമ്മനത്തിന് ലഭിക്കുന്ന ആദ്യ ചുമതല. ന്യൂസ് ബ്യൂറോ, ദില്ലി. വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശി മുഖ്യമന്ത്രി. പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശനല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കടുത്ത സമ്മർദ്ദം മൂലം പങ്കെടുക്കരുതെന്ന് വെള്ളാപ്പള്ളി അഭ്യർത്ഥിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശി രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം പരിപാടിയിൽ അധ്യക്ഷനായി തന്നെ ക്ഷണിക്കുകയും വെള്ളാപ്പള്ളി കത്തയക്കുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പിന്നീട് കടുത്ത സമ്മർദ്ദം മൂലം തന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യം മറ്റു ചിലർ മുഖാന്തരമാണ് തന്നെ അറിയിച്ചത്. തന്നെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന കാര്യം നേരിട്ട് പറയണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി ഫോണിൽ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു. താൻ പരിപാടിയിൽ പങ്കെടുത്താൽ അത് വെള്ളാപ്പള്ളിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് അറിയിച്ചത്. കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഒന്നടങ്കം വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിൽ കടുത്ത അസംതൃപ്തിയിലാണെന്നിരിക്കെയാണ് മുഖ്യമന്ത്രി മറിച്ചൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. അതേസമയം പിന്നിൽ ആരെന്ന് വ്യക്തമായി പറയാനോ BJPയെയോ RSSനെയോ കുറ്റപ്പെടുത്താനോ മുഖ്യമന്ത്രി തയ്യാറായിട്ടുമില്ല. പിന്നിൽ BJP ആണെന്നാണ് സൂചന എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. പരിപാടിയുടെ സംഘാടകൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കാനാവില്ലെന്ന നിലപാട് വെള്ളാപ്പള്ളി സ്വീകരിക്കാത്തതിലും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരിഭവമില്ല എന്നതും വ്യക്തം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിമാ വിവാദത്തിൽ പ്രതിഷേധമറിയിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിവാദം ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ലെന്ന് കത്തിൽ വിമർശനമുണ്ട്. മുഖ്യമന്ത്രി വിട്ടുനിന്നത് സംഘാടകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുകൊണ്ടെന്ന് KC ജോസഫ് പറഞ്ഞു. ദില്ലിയിലേക്ക് മടങ്ങാനായി ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോഴാണ് കൊല്ലത്ത് ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി രേഖാമൂലം പ്രധാനമന്ത്രിയെ അറിയിച്ചത്. കേരള ജനതയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് തന്നെ ഒഴിവാക്കിയ നടപടി. വിവാദങ്ങൾ ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ ശ്രമിക്കേണ്ടതായിരുന്നു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ മോദി എങ്ങനെ പ്രതികരിക്കുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ചോദിക്കുന്നുണ്ട്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ പങ്കെടുക്കാനാവാത്തതിൽ ദുഃഖമുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തന്റെ എല്ലാ പ്രതിഷേധവും ഈ വാചകത്തിൽ ഒതുക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാട്ടിയ ജാഗ്രതയിൽ സംശയമുണ്ടെന്ന് മന്ത്രി KC ജോസഫ് പറഞ്ഞു. വിവാദത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ പോലും പ്രധാനമന്ത്രി കാണിച്ചിട്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ട് പിൻവലിച്ചതിലെ വസ്തുത പറയാൻ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാകണമെന്നും KC ജോസഫ് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഘാടകർ തന്നെ ക്ഷണിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടതില്ല എന്ന് അറിയിച്ച സാഹചര്യത്തിലാണ് ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അസൗകര്യം കൊണ്ടല്ല, മറിച്ച് സംഘാടകർ ആവർത്തിച്ച് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി കൊല്ലം പരിപാടി റദ്ദാക്കിയത്. അതിനുശേഷം PMOയിൽ നിന്ന് പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രി കൊല്ലത്ത് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് PMOയിൽ നിന്ന് കാണിച്ച ആ ജാഗ്രതയും തിരക്കും സംശയകരമാണ്. അതേസമയം പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന പരിപാടിയിൽ മാത്രമേ സംസ്ഥാന സർക്കാർ നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയുള്ളൂവെന്നും മന്ത്രി KC ജോസഫ് കൂട്ടിച്ചേർത്തു. സുനിൽ അരിമാനു, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊല്ലത്തെ ആർ ശങ്കർ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതിന് പിന്നിൽ എന്തെന്നാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്.
വിവാദം മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ചേർന്നുള്ള നാടകമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ മോദിയും ഉന്നത ബിജെപി നേതാക്കളും നടത്തിയ ഗൂഢാലോചനയാണെന്ന് കെപിസിസി അധ്യക്ഷൻ വി.എം. സുധീരൻ പ്രതികരിച്ചു. കൊല്ലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ആർ ശങ്കറിന്റെ പ്രതിമാനാച്ഛാദന ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയതിന് പിന്നിലെ കളിയാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്നത്. പ്രതിമാ വിവാദം ഉമ്മൻചാണ്ടിയുടെ നാടകമാണെന്ന നിലപാടിൽ ഇടതുപക്ഷവും മോഡിയുടെയും ബിജെപിയുടെയും ഗൂഢാലോചനയാണെന്ന നിലപാടിൽ യുഡിഎഫും തുടരുന്നു. വിവാദത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ലെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളി നടേശനും കൂടി ഒത്തുകളിക്കുകയായിരുന്നില്ലേ എന്ന് സംശയിച്ചാൽ അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാനാവില്ല. എന്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ തീർച്ചമൂർച്ചയുള്ള നിലപാട് മുഖ്യമന്ത്രിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല? ഒരു നാടകം ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബിജെപി ഉന്നത നേതാക്കളുടെയും ഗൂഢാലോചനയാണിതെന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം മോദി ശങ്കറിന്റെ കുടുംബത്തോടും ജനങ്ങളോടും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. അസത്യപ്രചാരകനായ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ വിലയിടിച്ചിരിക്കുന്നതായും കെപിസിസി അധ്യക്ഷൻ വി.എം. സുധീരൻ പറഞ്ഞു. അസത്യപ്രചാരകനായ മോദി പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ വില ഇടിച്ചിരിക്കുകയാണ്. ആർ ശങ്കറിന്റെ കുടുംബാംഗങ്ങളോടും കേരളത്തിലെ ജനങ്ങളോടും നരേന്ദ്രമോദി മാപ്പ് പറയാൻ തയ്യാറാകണം. സോളാർ, ബാർക്കോഴ വിവാദം എന്നിവയിലൂടെ യുഡിഎഫിനെതിരായ കേരള ജനതയുടെ മനസ്സ് തിരിച്ചുപിടിക്കാനുള്ള ശ്രമമാണോ വിവാദം എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നത് വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഒത്തുകളിയുടെ ഭാഗമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ ഉണ്ടായിട്ടും വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. മുഖ്യമന്ത്രി RSSന് വിധേയനായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നിയമസഭയിൽ ആർ ശങ്കറിനെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ മുഖ്യമന്ത്രി ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് ഇന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വായി തുറന്നത്. പക്ഷെ അങ്ങനെ തുറന്ന സന്ദർഭത്തിൽ RSSനെ കുറ്റപ്പെടുത്തി ഒരു വാചകം പോലും പറയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറായിട്ടില്ല. അതിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും നമ്മൾ നടത്തിയൊരു ഒത്തുകളിയായിരുന്നു എന്ന വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ RSS ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറാവേണ്ടതായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്ന സമീപനം RSSനോട് മൃദു സമീപനമാണ്. RSSനെ കുറ്റപ്പെടുന്ന ഒരു വാക്കുപോലും സംസാരിക്കാത്ത മുഖ്യമന്ത്രിയാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി. വെള്ളാപ്പള്ളി കടലാസ് പുലിയെന്ന് വി.എസ്. അച്യുതാനന്ദൻ. മോദി അധികം വൈകാതെ അത് തിരിച്ചറിയുമെന്നും വി.എസ്. പറഞ്ഞു. ശ്രീനാരായണീയരെ കാട്ടി ബിജെപിയിൽ നിന്നും മോദി ഗവൺമെന്റിൽ നിന്നും 4 പുത്തൻ തരപ്പെടുത്താമെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ദുസ്വപ്ന ദിവാസ്വപ്ന നടക്കാൻ പോകുന്നില്ല. കാരണം നടേശൻ വെറും കടലാസ് പുലിയാണെന്ന് ഏറെ താമസിയാതെ മോദിക്കും കൂട്ടരും തിരിച്ചറിയുക തന്നെ ചെയ്യും. പണ്ട് 10,000 കോൺഗ്രസുകാരുമായി പോയ M.K. രാഘവൻ ഒടുവിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ കോൺഗ്രസുകാരെ ആരെയും കാണാതിരുന്നത് പോലെ ബിജെപിയുടെ കൂടെ പോകുന്നു നടേശൻ. അല്പം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ യഥാർത്ഥ ശ്രീനാരായണീയർ. കാർ ലൈസൻസ് കേസിൽ സുപ്രീം കോടതി വിധി ഈ മാസം 30-നകം പറയും. വിചാരണ നടപടികൾ ഉടൻ പൂർത്തിയാകും. ബാർ ലൈസൻസ് ഹർജി പരിഗണിച്ച ജഡ്ജി വിക്രംജിത്ത് സെൻ അറിയിച്ചതാണ് ഇക്കാര്യം. വിധി തയ്യാറായി കഴിഞ്ഞതായും വിക്രംജിത്ത് സെൻ പറഞ്ഞു. ശാശ്വതി ഗാനന്ദിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പരിശോധിക്കണമെന്ന് ഹൈക്കോടതി. ഇതിനായി പോസ്റ്റ്മോർട്ടം സമയത്ത് തയ്യാറാക്കിയ കുറിപ്പുകൾ ഹാജരാക്കാൻ ജസ്റ്റിസ് കമാൽ പാഷ നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് കോടതി നിർദ്ദേശിച്ചു. ശാശ്വതി ഗാനന്ദിയുടെ ദുരൂഹ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഹർജി പരിഗണിച്ച കോടതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ച് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. തലയിലെ മുറിവ് സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് ചില കൂട്ടിച്ചേർക്കലുകൾ കാണുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഈ
സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം സമയത്ത് തയ്യാറാക്കിയ കുറിപ്പ് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. മരിച്ച ശാശ്വതീകാനന്ദയുടെ ബന്ധുക്കളാരെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷിയായിരുന്നോ എന്ന് കോടതി ആരാഞ്ഞു. തലയിലുണ്ടായ മുറിവ് പുറമേ മാത്രമാണോ, തലച്ചോറിനും ക്ഷതമേറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണം. പോസ്റ്റ്മോർട്ടം സമയത്ത് തലയോട്ടി തുറന്ന് തലച്ചോർ പുറത്തെടുത്ത് പരിശോധിച്ചിരുന്നോ എന്ന് കോടതി ചോദിച്ചു. ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ കോടതി ഇടപെടുമെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കേസ് പിന്നീട് പരിഗണിക്കും. അന്വേഷണം CBIക്ക് കൈമാറേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സന്നിധാനത്തെ ഭക്തിസാന്ദ്രമാക്കി ദ്രുതകർമ്മസേനയുടെ ഭക്തിഗാനസുധ. ശബരിമലയിൽ സുരക്ഷാ ഡ്യൂട്ടിക്കെത്തിയ ദ്രുതകർമ്മസേന അംഗങ്ങളാണ് സന്നിധാനത്ത് ഭക്തിഗാനമേള നടത്തിയത്. ഭക്തിഗാനങ്ങൾക്ക് അകമ്പടിയായി തീർത്ഥാടകരുടെ ശരണവിളികളും ഉയർന്നു. ശബരിമലയിൽ സായുധരായി സുരക്ഷാ കവചം തീർക്കുന്ന ദ്രുതകർമ്മസേനാംഗങ്ങൾ അയ്യപ്പ സ്തുതികളുമായി ഗാനാർച്ചന നടത്തിയപ്പോൾ സന്നിധാനം ഭക്തിസാന്ദ്രമായി. സന്നിധാനത്ത് സുരക്ഷാ ഡ്യൂട്ടിക്കെത്തിയ കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ദ്രുതകർമ്മസേനയുടെ 105-ാം ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരാണ് ഭക്തിഗാനമേള അവതരിപ്പിച്ചത്. ഇത് സുരക്ഷാഭടന്മാരുടെ ഇവിടെ ഡ്യൂട്ടി നോക്കുന്ന സുരക്ഷാഭടന്മാരുടെ ഒരു പ്രസാദം ആണ്. അയ്യപ്പന്റെ വാതാരണ്യങ്ങളിൽ ഭക്തിഗാനത്തോടു കൂടിയുള്ള ഒരു അവതരണമായ അയ്യപ്പന്റെ വാതാരങ്ങൾ സമർപ്പിക്കണമെന്ന ഒരു ആഗ്രഹം. എല്ലാ വർഷവും ദ്രുതകർമ്മസേന ഉദ്യോഗസ്ഥർ ശബരിമലയിൽ ഡ്യൂട്ടിക്കെത്തുമ്പോൾ ഭക്തിഗാനമേള അവതരിപ്പിക്കാറുണ്ട്. ദ്രുതകർമ്മസേന ഡെപ്യൂട്ടി കമാൻഡന്റ് മധുജി നായരുടെ നേതൃത്വത്തിൽ 150ഓളം ദ്രുതകർമ്മസേനാംഗങ്ങളാണ് സന്നിധാനത്ത് സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.